യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന സൂചന നൽകി റഷ്യ. നയതന്ത്ര പരിഹാരം ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമാധാന പ്രഖ്യാപനത്തെ യുക്രൈൻ സ്വാഗതം ചെയ്തു. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര ചെയ്യുന്നു. മജോടാ, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. അപ്പോൾ അത് എന്താണ്, 4 ദിവസം യുദ്ധം തുടങ്ങിയതാണ്. അത് നീണ്ട് വർഷങ്ങൾ നീണ്ടുപോകുന്ന യുദ്ധമായി കണ്ടു. അത് ഒടുവിൽ അതിനൊരു തീർപ്പ്, അവസാനം ശുഭവരി വ്യവസായം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് മരിച്ചാണല്ലോ. തീരുന്നു വരുതാവോ മജോടാ? ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് അടുക്കുകയാണെന്ന് പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ്. കാര്യങ്ങൾ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുകയാണെന്ന് താൻ കരുതുന്നെന്നാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പുടിൻ പറഞ്ഞത്. അത് മാത്രമല്ല, യൂറോപ്പിന്റെ ഭാവി സുരക്ഷാ കാര്യങ്ങളിൽ പുതിയ ധാരണകൾ ഉണ്ടാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ഒരു പ്രത്യേക നിബന്ധന പുടിൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ജർമ്മനിയുടെ മുൻ ചാൻസലർ ഗെർഹാർഡ് ഷോഡറുമായിട്ട് മാത്രമേ ചർച്ച നടത്തൂ. ഈ റഷ്യയുമായിട്ട് വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ ഷോഡർ. അതുകൊണ്ടാണ് പുടിൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഇത്തരമൊരു സമാധാന കരാറിൽ എത്തിയ ശേഷം മാത്രമേ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയുള്ളെന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ദശാബ്ദങ്ങളായിട്ടുള്ള പുടിനുമായിട്ടുള്ള സൗഹൃദം ഇതിലൊരു നിർണായക പങ്ക് വഹിച്ചു എന്നാണ്. കാരണം ഡൊണാൾഡ് ട്രംപാണ് ഇന്നലെ ഇത് ആദ്യമായിട്ട് ലോകത്തോട് അനൗൺസ് ചെയ്യുന്നത്. അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടൽ മൂലമാണ് 3 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് പുടിൻ അത് അംഗീകരിച്ചത്. തന്നെയുമല്ല, ഇതിന് ഡൊണാൾഡ് ട്രംപ് അതിന് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. സെലൻസ്കിക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. 2 രാജ്യങ്ങളും ഏതാണ്ട് 1000 തടവുകാരെ വീതം, അതായത് മൊത്തത്തിൽ 2000 പേരെ വിട്ടയക്കും. യുദ്ധം തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ തടവുകാരുടെ ഒരു കൈമാറ്റം കൂടിയാണിത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2ാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിന്റെ ഒരു സ്മരണ പുതുക്കുന്ന ഒരു ആഘോഷവേള മോസ്കോയിൽ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പുടിന്റെ തീരുമാനം വരുന്നത്. ട്രംപ് പറയുന്നത് റഷ്യയെ പോലെ തന്നെ യുക്രൈനും ഇപ്പോൾ ഈ ഒരു സമാധാന കരാറിലേക്ക് പോകുന്നതിൽ വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഹാഷ്മി കൃഷ്ണ. താങ്ക് യു. അപ്പോൾ അവിടെ സമാധാനം പുലരട്ടെ. കുറേ അധികം നാൾ തുടങ്ങിയ യുദ്ധമാണ്. ഒരുപാട് നാശങ്ങൾ, ഒരുപാട് മരണങ്ങൾ ഉണ്ടാക്കിയ യുദ്ധമാണ്. അത് അവസാനിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.